നമസ്കാരം. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ആക്രമണമായിരുന്നു ലെബനനിൽ ഇന്നലെ ഉണ്ടായത്. മരണസംഖ്യ 17 ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പരിക്കേറ്റ 200-ലേറെ പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആസൂത്രിതമായി നടന്നെന്ന് കരുതുന്ന ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം. ഇസ്രായേൽ നടത്തിയ ഹീനമായ ആക്രമണത്തിന് തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള വാർത്താക്കുറിപ്പിലൂടെ പ്രഖ്യാപിച്ചു. പേജറുകൾ പൊട്ടിത്തെറിച്ചതിനെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ ഭീഷണിക്ക് പിന്നാലെ ഇസ്രായേലിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ടെലവീവിലേക്കുള്ള സർവീസുകൾ വിമാന കമ്പനികൾ നിർത്തിവെച്ചു. ലെബനനിലെ പല ആശുപത്രികളും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലെബനനിലെ ഇറാൻ അംബാസിഡർക്കും പേജർ സ്ഫോടനത്തിൽ പരിക്കേറ്റു. മരണസംഖ്യ ഇനി ഉയർന്നേക്കും. ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നതെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ ഈ ആരോപണം ശരിയാണെങ്കിൽ ലോകത്തെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രായേൽ നടപ്പാക്കിയത് എന്ന് പറയേണ്ടി വരും. പുതിയ സംഭവത്തോടെ പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ എംപിമാരായ അലി അമാർ, ഹസൻ അദ്ലല്ല എന്നിവരുടെ ആൺമക്കളും ഹിസ്ബുള്ള അംഗത്തിന്റെ 10 വയസ്സുകാരി മകളും മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നൂറുകണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചുവെന്നാണ് ലെബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ലെബനനിലുടനീളവും സിറിയയിലെ ചില ഭാഗങ്ങളിലും ഇത്തരം സംഭവമുണ്ടായി. വീടുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കാറുകൾ, തെരുവുകൾ എന്നിവിടങ്ങളിലെല്ലാം ഹിസ്ബുള്ള ഭീകരർ ആക്രമണത്തിനിരയായി. ഒരു വർഷത്തോളമായി ഇസ്രായേലുമായി സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഹിസ്ബുള്ളയുടെ വിലയിരുത്തൽ. ആദ്യ സ്ഫോടനത്തിന് അരമണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും സ്ഫോടനമുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നത്. ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. ഇറാൻ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘമാണ് ഹിസ്ബുള്ള. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയാണ് പഴയകാല പേജർ യന്ത്രങ്ങൾ ഹിസ്ബുള്ള ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനം മൊസാദ് ആസൂത്രണം ചെയ്തതെന്നാണ് സൂചന. ഇത്തരത്തിൽ ആയിരക്കണക്കിന് യന്ത്രങ്ങളാണ് ഒരേ സമയം കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത്. ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ശൃംഖല തന്നെ തകർക്കപ്പെട്ടു. തീർത്തും അപ്രതീക്ഷിതവും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതുമായ ഈ ആക്രമണം ആസൂത്രിതമെന്നാണ് ഹിസ്ബുള്ള വിലയിരുത്തുന്നത്. പിന്നാലെ തങ്ങളുടെ പ്രഖ്യാപിത ശത്രു ഇസ്രായേലിന് നേരെ അവർ ആരോപണവും ഉന്നയിച്ചു. ലെബനനിലുടനീളം ഇന്നലെ ഉച്ചയോടെയുണ്ടായ പേജർ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 2800 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. എന്നാൽ മരണസംഖ്യ പിന്നീട് വീണ്ടും ഉയർന്നു. സംഭവത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നതരടക്കം കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ആശുപത്രികളെല്ലാം പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് സെൽഫോണുകൾ ഉപയോഗിക്കരുതെന്ന് സംഘാംഗങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതാണ് പേജർ ഉപയോഗം വ്യാപകമാകാനുള്ള കാരണമെന്നും കരുതുന്നു. ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രായേലിന് കിട്ടിയിരിക്കണമെന്ന് സൈനിക വിദഗ്ധനായ എലിജ് മാഗ്നിയർ പറയുന്നു. ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചാരസംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപ്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം. ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് സായുധ സംഘമാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളുമെല്ലാം സിറിയയും ഇറാഖും വഴി എത്തിക്കുന്നത് ഇറാനാണ്. അങ്ങനെയാണെങ്കിൽ ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ തിരിമറി നടത്താൻ ഇസ്രായേലിൽ കഴിഞ്ഞിരിക്കണം. ഉയർന്ന സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ കുറഞ്ഞ അളവിൽ പേജറുകളിൽ നിറയ്ക്കണം. 1 മുതൽ 3 ഗ്രാം വരെയാകും പരമാവധി ഒരു പേജറിൽ നിറയ്ക്കാൻ സാധിക്കുക. ആയിരക്കണക്കിന് പേജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിന് ചില്ലറ സമയമല്ല വേണ്ടത്. പുറമേ നിന്ന് കണ്ടാൽ ഒരു കുഴപ്പവും പേജറിന് തോന്നരുത്. ഒപ്പം പേജറുകൾ പ്രവർത്തനക്ഷമവുമായിരിക്കണം. ഇവയ്ക്കൊക്കെയുമായി വലിയ ആൾശക്തിയും ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്.